ഒരു സൈഡിൽ കൂടി ഓണാഘോഷം, ഒരു സൈഡിൽ കൂടി മൂല്യന്മാരെ ഊക്കല്. ഇപ്പം മതത്തിന്റെ പേര് പറഞ്ഞുകാണ്ട് മൂല്യന്മാരൊക്കെ എടുത്തിട്ട് ഊക്കിങ്ങാണ്ട് പല രൂപത്തിൽ കുരങ്ങിന്റെ രൂപത്തിലാക്കിയിട്ടും പിന്നെ മൂല്യന്മാർ വയത് പറയുന്ന കോലത്തിലുള്ള വീഡിയോസ് ചെയ്തിട്ടൊക്കെ കുറെ വിമർശിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യണുണ്ടു. ഞങ്ങളോടൊന്ന് പറയട്ടെ, ഇത് കാലം മാറിയിരിക്കണു. ഇപ്പോഴത്തെ തലമുറ എങ്ങനെയാണ് കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൽ ഓരോ മതത്തിനും മതത്തിന്റെ നിയമങ്ങളുണ്ട്. ഖുർആനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും പിന്നെ ഞങ്ങളെ ഹിന്ദുക്കളെ എന്താണ് അതിന് പറയാൻ എനിക്കറിയില്ല. ഓരോ ഇതിനും മതത്തിന്റെ നിയമം അന്നും ഇന്നും എന്നും ഒരേ നിയമങ്ങളാണ്. അത് ഓരോ കൊല്ലം 2026 അയച്ചിട്ടൊരു നിയമം, 1985 നിയമം, 1950 നിയമം, അങ്ങനെയൊന്നുമില്ല. എന്നും അതിൽ ഒരു മാറ്റമല്ല. പിന്നെ അതൊക്കെ വിശ്വസിച്ച് നടക്കുന്ന മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് ഈ മൂല്യന്മാർ ഈ ക്ലാസ് എടുക്കുന്നത്. അത് കേട്ടിട്ട് 100 ആൾ കണ്ടിട്ട് ഒരു 10 ആൾ നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ. അതിന് നിങ്ങൾക്ക് എന്തൊരു കുരുപൊട്ടല്? ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ മുസ്ലിം പെൺകുട്ടികളെ വീഡിയോ മാത്രം ഫോക്കസ് ചെയ്തെടുത്തിട്ട് ഷെയർ ചെയ്യണം എന്തിനാണ്? അതിൻ്റെയൊക്കെ കുത്തിത്തീർപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഈ അന്യമതത്തിലുള്ള ആൾക്കാർ തലയിൽ തട്ടോ തൊട്ടും വന്നിട്ട് വീഡിയോ ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നില്ല നന്നായിട്ട് നമുക്കൊക്കെ അറിയാം. ഒരു തട്ടട്ടോണ്ട് മുസ്ലിം ആവൊന്നുമില്ല. പേര് പിന്നെ അബൂബക്കർ അല്ലെങ്കിൽ ആയിഷ അല്ലെങ്കിൽ ഫാത്തിമ എന്ന് പേരൊന്നുകൊണ്ട് മുസ്ലിം ആവില്ല. മതവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമായിട്ട് നടക്കാൻ നമ്മളെ മതത്തിൽ പറയുന്ന കുറേ നിയമങ്ങളുണ്ട്. അതൊക്കെ അംഗീകരിച്ച് അതിന്റെ രീതിക്ക് ചിട്ടക്ക് നടക്കണ പോലെ മുസ്ലിം എന്ന് പറയുള്ളൂ. ഇപ്പൊ ഒരു ഉസ്താദ് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു 100 ഉസ്താദിൽ ഒരു 2-3 ഉസ്താദ് എവിടെയെങ്കിലും ഒരു സൈഡിൽ ഇരുന്നിട്ട് കള്ളുടിച്ചണ്ട, ഉസ്താദ്മാര് കള്ളുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇസ്ലാമിൽ ഇനി കള്ളുടിച്ചാന്ന് പറയാൻ പറ്റുമോ? ഏത് മതത്തിൽ ഏത് ജാതിയിലും ഉണ്ടാവും നല്ലവരും അല്ലാത്തവരും. അപ്പോ മൂല്യന്മാര് വയത് പറയേ അത് ക്ലാസ് എടുക്കുക എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ ഓല കാര്യങ്ങൾ പറഞ്ഞൊരു സൈഡിൽ കൂടെ പോയിക്കോട്ടെ. ഓല നെഞ്ഞത്ത് കയറാൻ നിൽക്കണ്ടല്ലോ. നിങ്ങൾ തോന്നിയ പോലെ എങ്ങനെ വെച്ചാൽ ജീവിച്ചോളി. അതിന് ഇസ്ലാം അതാണെന്ന് പറഞ്ഞങ്ങാണ്ട് വീഡിയോ ചെയ്യാൻ നിൽക്കരുത്. ഇസ്ലാം എന്നും ഇസ്ലാമിന്റെ ആ നിയമങ്ങളും കാര്യങ്ങളും അനുസരിച്ചിട്ട് എല്ലാ നിയമങ്ങൾ എന്നും ആ നിയമത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ. അത് ഓരോ തലമുറക്കും ഓരോ ജനറേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുന്നില്ല. എന്നിട്ട് അതിന് കുറെ ആൾക്കാർ ഇറങ്ങി തിരിച്ചിരിക്കണം. നിങ്ങളെ മതത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കോളൂ. മറ്റുള്ള മതത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ അതിന് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. തോന്നിയ പോലെ ജീവിച്ചോളി. പക്ഷെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ട് മറ്റുള്ള ഊക്കണ പരിപാടി ഉണ്ടല്ലോ, അതൊന്നും നിർത്തിവെച്ചാൽ കേട്ടോ.